ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം നമുക്കിന്ന് ഫസ്റ്റ് എയ്ഡിനെ പറ്റി പഠിച്ചാലോ? അപ്പോൾ BSc MLT ടോപ്പിക്കിൽ 5 മാർക്സിന് മിക്കപ്പോഴും ചോദിച്ചു തരുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് എയ്ഡ്സ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പം നമ്മളൊരു ലബോറട്ടറിയിൽ ആക്സിഡൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആക്സിഡൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ലബോറട്ടറീസിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, സാൻഡ് ബക്കറ്റ്സ്, പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് ഒക്കെ എപ്പോഴും എന്താണ് ഒരു പ്രിപ്പറേഷനായിട്ട് എപ്പോഴും നമ്മുടെ ലാബിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സ്റ്റെറൈൽ കോട്ടൺ, വൂൾ ആൻഡ് ഗോസ് വേണം, മെഡിസിനൽ അഡ്ഹസീവ് ടേപ്സ് ഉണ്ടാവണം, ബാൻഡേജസ് ഉണ്ടാവണം, സിസേഴ്സ്, അമോണിയ, സോഡിയം കാർബണേറ്റ് അതും അക്വസ് 5% സൊല്യൂഷനാണ് ഉണ്ടാവേണ്ടത്. പിന്നെ സോഡിയം കാർബണേറ്റ് അക്വസ് 2% സൊല്യൂഷൻ, അസറ്റിക് ആസിഡ് അത് അക്വസ് 5% സൊല്യൂഷനാണ്, പിന്നെ ബോറിക് ആസിഡ് ഉണ്ടാവണം. ഇത്രയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മെയിനായിട്ട് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് ആസിഡ്സ് വെച്ചുള്ള ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആസിഡ് ബേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നല്ല കുറേ വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആസിഡ് ബേൺസ് ഉണ്ടാകുന്ന സമയത്ത്. ഇനി ആസിഡ് സ്പ്ലാഷസ് സ്കിന്നിൽ ഉണ്ടാകുന്ന സമയത്താണെങ്കിലോ വാട്ടർ വെച്ച് വാഷ് ചെയ്യണം. അത് കൂടാതെ എന്ത് ചെയ്യണം? ഒരു കോട്ടൺ വൂൾ എന്ത് ചെയ്യണം? സോക്ക് ചെയ്യണം. ഏതിലാണ് സോക്ക് ചെയ്യേണ്ടത്? അക്വസ് Ne2CO3 നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അഫക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ എന്ത് ചെയ്യണം? പതുക്കെ വെച്ച് കൊടുക്കണം. ഓക്കെ, ആസിഡ് ബേൺ നമ്മൾ പറഞ്ഞു, ആസിഡ് സ്പ്ലാഷസ് പറഞ്ഞു. ഇനി ആസിഡ് സ്വാലോ ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. എന്ത് ചെയ്യണം? ന്യൂട്രലൈസ് ചെയ്യണം. ഒരു ആൽക്കലി വെച്ചിട്ട്, ആസിഡാണ് നമ്മൾ കുടിച്ചിട്ടുള്ളത്, അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ആൽക്കലി വെച്ചിട്ട് എന്ത് ചെയ്യണം? ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ ആൽക്കലിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്കൊക്കെയാണ് എക്സാമ്പിൾ. മിൽക്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്താ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പോയിസണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ഒരു ഫിസിഷ്യനെ നമ്മൾ വിളിക്കണം. കൂടാതെ എന്ത് ചെയ്യണം? ആ ഒരു വിക്ടിമിനെ ഒരു ഓപ്പൺ എയറിലേക്ക് മാറ്റി കിടത്തുകയും കൂടി ചെയ്യുക. നെക്സ്റ്റ് ബേൺസ് 2 ടൈപ്പ് ഉണ്ട്. സിവിയർ ബേണും ഉണ്ട്, മൈനർ ആയിട്ടുള്ള ബേൺസും ഉണ്ട്. രണ്ടും ലബോറട്ടറിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സിവിയർ ബേൺസ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് ആ ഒരു വിക്ടിമിനെ റോൾ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. പിന്നെ ഓപ്പൺ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം? ആ ഒരു വിക്ടിമിനെ കിടത്താൻ നോക്കുക. എന്നിട്ട് ഒരുപാട് നന്നായിട്ട് പൊള്ളലേറ്റി കാണും. അപ്പോൾ അവരുടെ ക്ലോത്ത്സും എല്ലാം ആ ഒരു സ്കിന്നുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ചായി കിടക്കുമായിരിക്കും. നമുക്കിപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിന്നും കൂടി അത് കൂടുതൽ മോശമാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരുടെ ക്ലോത്ത് ഒന്നും റിമൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഫിസിഷ്യൻ വരുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാതിരിക്കുക. മെയിനായിട്ട് അവരെ ചെയ്യേണ്ടത് അവരെ ഒരു ബ്ലാങ്കറ്റിലേക്ക് റോൾ ചെയ്യുക, ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് നന്നായിട്ട് വായുവൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് അവരെ മാറ്റി ഒന്ന് കിടത്തുക. ഇനി മൈനറായിട്ടുള്ള ബേൺസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കുഞ്ഞു പൊള്ളലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം വാട്ടറിൽ നമ്മുടെ കൈയൊന്ന് മുക്കി വെക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഒരു സിവിയർ ആയിട്ടുള്ള പെയിനൊക്കെ എന്ത് ചെയ്യും? മാറിക്കിട്ടും. പിന്നെ ഓയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. പൊള്ളലിനുള്ള ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഗോസോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സിങ്ങോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് നമുക്ക് ഇഞ്ചുറി ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ബ്രോക്കൺ ഗ്ലാസ് വെയേഴ്സ് വഴി ഇഞ്ചുറീസ് ഉണ്ടായി. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് കഴുകണം. എല്ലാത്തിനെയും പ്രൊസീജിയറിൽ ഫസ്റ്റ് വാഷ് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ആ ഒരു ഗ്ലാസ് പീസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഗ്ലാസ് വെയേഴ്സ് വഴിയാണ് നമുക്ക് ഇഞ്ചുറി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു പൊടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. ആ ഒരു ഗ്ലാസ് പീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അത് റിമൂവ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഓയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പുരട്ടുക. പിന്നെ എന്ത് ചെയ്യുക? ഗോസോ അഡഹസീവ് ടേപ്സോ വെച്ചോ വഴി കവർ ചെയ്യുക. പിന്നെ ഒരുപാട് ബ്ലീഡിങ് ആ ഒരു പോർഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻഫെക്റ്റഡ് മെറ്റീരിയൽ വഴി നമുക്ക് എന്താ കണ്ടാമിനേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു പ്ലെയിൻ വാട്ടറിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ സോപ്പി വാട്ടറും ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർക്കണം, കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നൊരു മെറ്റീരിയലാണ് നമ്മുടെ ബോഡിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിക്കണം. പിന്നെ മെയിനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഫിസിഷ്യനെ റെഫർ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ഇലക്ട്രിക് ഷോക്കാണ്. ഇലക്ട്രിക് ഷോക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ശേഷം എന്താ? നമ്മൾ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഹസാർഡ്സും കാര്യങ്ങളൊക്കെ ലബോറട്ടറി സംഭവിക്കാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കും ഈ ഫസ്റ്റ് എയ്ഡോട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു വലിയ നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എക്സാമ്പിൾ ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക് ഹസാർഡിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ ഈ കാര്യം എഴുതാം. എന്ത് ചെയ്യാം? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക,
മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക കേട്ടോ. താങ്ക് യു.